വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ കോട്ടയം ജില്ലയിലെ പാല ഏറെ പ്രത്യേകതയാർജിച്ച ഒരു മണ്ഡലമാണ്. ചരിത്രപരമായും രാഷ്ട്രീയപരമായും ഏറെ പ്രാധാന്യമുള്ള ഈ മണ്ഡലം ഇത്തവണയും ശക്തമായ ത്രികോണ മത്സരത്തിന് വേദിയാകുമെന്ന് ഉറപ്പാണ്. ഇടത് വലത് മുന്നണികൾ ഒരുപോലെ കരുത്തു തെളിയിക്കുന്നതിനൊപ്പം വ്യക്തിപരമായ രാഷ്ട്രീയ പാരമ്പര്യവും സ്വാധീനവും ഏറ്റുമുട്ടുന്ന മണ്ഡലമായതിനാൽ പാലായിലെ പോരാട്ടം സംസ്ഥാന തലത്തിൽ പോലും വലിയ ശ്രദ്ധ നേടുന്നുണ്ട്. പാലായുടെ പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയും അതിന്റെ ശില്പിയായിരുന്ന KM മാണിയുമാണ്. പതിറ്റാണ്ടുകളോളം പാലായുടെ രാഷ്ട്രീയ ഭൂപടം നിർണയിച്ച നേതാവായിരുന്നു KM മാണി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മലയോര മേഖലയിലും മധ്യ കേരളത്തിലും ശക്തമായ അടിത്തറ പടുത്തുയർത്തിയ കേരള കോൺഗ്രസ് ഇന്ന് പല വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. പാലായിലെ ഇന്നത്തെ മത്സരം ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്കിടയിലെ പോരാട്ടം മാത്രമല്ല, കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ വിവിധ അവകാശികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുമാണ്. ഇടത് ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണി രംഗത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഇതൊരു രാഷ്ട്രീയ പുനർജീവന പോരാട്ടം കൂടിയാണ്. പിതാവിന്റെ പാരമ്പര്യം തുടരുന്ന നേതാവായിട്ടും 2021 തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയ തോൽവി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടിയായിരുന്നു. അന്ന് മുന്നണി മാറ്റം, സംഘടനാത്മക ബലഹീനത, പ്രാദേശിക അസന്തോഷം തുടങ്ങിയ ഘടകങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചു. എന്നാൽ ഇത്തവണ പാർട്ടി യന്ത്രങ്ങൾ കൂടുതൽ ഏകോപിതമായി പ്രവർത്തിക്കുകയും പ്രവർത്തകർ പൂർണ്ണ ഉത്സാഹത്തോടെ രംഗത്തിറങ്ങുകയും ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് ജോസ് കെ മാണിക്ക് വ്യക്തിപരമായ അഭിമാന പ്രശ്നം എന്നതിലുപരി പാർട്ടിയിലെ തന്റെ നേതൃസ്ഥാനം ഉറപ്പിക്കുന്നതിനും നിർണായകമാണ്. അതേസമയം യുണൈറ്റഡ് ഡെമോക്രാറ്റിക് മുന്നണിക്ക് വേണ്ടി ഡെമോക്രാറ്റിക് കോൺഗ്രസ് കേരള നേതാവായ മാണി സി കാപ്പൻ വീണ്ടും മത്സര രംഗത്തുണ്ട്. മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഇത് മൂന്നാമത്തെ പ്രധാന പോരാട്ടമാണ്. 2021 ജോസ് കെ മാണിയെ 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി നേടിയ വിജയം കാപ്പന്റെ രാഷ്ട്രീയ കരിയറിലെ വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്നു. പ്രാദേശിക ബന്ധം, വ്യക്തിപരമായ ഇമേജ്, മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ശക്തികൾ. വീണ്ടും വിജയിച്ച് മുന്നണി അധികാരത്തിൽ എത്തുകയാണെങ്കിൽ മന്ത്രിസ്ഥാനത്തെ ലക്ഷ്യമിട്ടാണ് കാപ്പൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. NDAയുടെ ഭാഗത്തു നിന്ന് മത്സരിക്കുന്ന ഷോൺ ജോർജിന്റെ സാന്നിധ്യവും ഈ മണ്ഡലത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. പ്രമുഖ രാഷ്ട്രീയ നേതാവായ PC ജോർജിന്റെ മകനായ ഷോൺ ജില്ലയിൽ പരിചിതനാണ്. പിതാവിന്റെ വ്യക്തിപരമായ സ്വാധീനം, അനുയായികളുടെ പിന്തുണ, പ്രാദേശിക വിഷയങ്ങളിൽ എടുത്ത നിലപാടുകൾ എന്നിവ ഷോണിനൊരു അടിസ്ഥാന വോട്ട് ബാങ്ക് നൽകുന്നു. ഒരു സ്വതന്ത്ര രാഷ്ട്രീയ വ്യക്തിത്വമായി വളരാൻ ശ്രമിക്കുന്ന ഷോണിന്റെ പ്രകടനം ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി മാറും. പ്രധാനമായും ഷോൺ ജോർജ് നേടുന്ന വോട്ടുകൾ ഏത് മുന്നണിയെയാണ് കൂടുതൽ ബാധിക്കുക എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന ചോദ്യം. വലതുപക്ഷ വോട്ടുകളിൽ ചിതറലുണ്ടാകുമോ അതോ ഇടതുമുന്നണിയുടെ സാധ്യതകളെ ബാധിക്കുമോ എന്നത് ഫലത്തെ നിർണ്ണയിക്കുന്ന ഘടകമായേക്കാം. പാലായിലെ ഈ തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ മണ്ഡല പോരാട്ടമല്ല. അത് പാരമ്പര്യവും വ്യക്തിപരമായ സ്വാധീനവും മുന്നണികളുടെ രാഷ്ട്രീയ ശക്തിയും തമ്മിലുള്ള ഒരു വലിയ ഏറ്റുമുട്ടലാണ്. ജോസ് കെ മാണിയുടെ തിരിച്ചുവരവ് ശ്രമം, മാണി സി കാപ്പന്റെ നിലനിർത്തൽ പോരാട്ടം, ഷോൺ ജോർജിന്റെ സ്വാധീനം, ഈ മൂന്ന് ഘടകങ്ങൾ കൂടിച്ചേർന്നാൽ പാലായിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി ദിശയെപ്പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നായി മാറും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.